Yes. Ah. Yes. So when you reach the login screen, നിങ്ങൾക്ക് ഇവിടെ എന്ന് പറയുന്നത് കുറച്ച് എലമെന്റ്സ് ഇവിടെ കാണാം. സോ എനിവൺ ഹു ഇസ് ലോഗിങ് ഇൻ ഫോർ ദ ഫസ്റ്റ് ടൈം, അതായത് പുതിയ മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇമെയിൽ ഐ ഡിയിൽ അവരുടെ ഒരു ഇത് വരും. അതിനകത്ത് ഈ പറയുന്ന ഫസ്റ്റ് ടൈം ലോഗിങ് ഇൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. So you have to create a password, and then once you get that password ready, you have to log in here. Most of you would be aware of how to log in. ഇപ്പോൾ ഇവിടെ toastmasters.org ൽ പോയിട്ട് ലോഗിൻ നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം we will enter the password as well. So first time നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വരുന്ന സ്ക്രീൻ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. So that would be your home screen. So this would be how it look like. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള നിങ്ങൾ പ്രൊഫൈൽ പിക്ചർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ കാണും. So this is how it looks like when you first logging into your screen. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പല സെക്ഷൻസ് ഉണ്ട്. So first one is your education and achievements. Second is the leadership central. Third one is from the organization. And finally there is the other information in terms of Toastmasters. അതായത് ഇപ്പോൾ കൺവെൻഷനാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതുപോലെ മാഗസീൻസ് അല്ലെങ്കിൽ അവരുടെ ഓഫേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓർഡർ ഹിസ്റ്ററി മൈ ഡൗൺലോഡ്സ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ്ലി നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടാവില്ല. മോസ്റ്റ്ലി ഇറ്റ് ഇസ് പീപ്പിൾ ഹു ആർ യൂസിങ് ടോസ്റ്റ്മാസ്റ്റേഴ്സ് വെബ്സൈറ്റ് ടു ഓർഡർ തിങ്സ്. അതായത് ഇപ്പോൾ സ്പീച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് അത് ഓർഡർ ചെയ്യാൻ വേണ്ടി, അതുപോലെ ടോസ്റ്റ്മാസ്റ്റേഴ്സിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഷോപ്പുകളിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ മൈ ഡൗൺലോഡ്സ് എന്ന് പറയുന്നത് ഇതിനകത്തുനിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ യുവർ സർട്ടിഫിക്കറ്റ്സ് അങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെയാണ് ഇതിലുണ്ടാവുക. So we will quickly look into these elements. Education side വരുമ്പോൾ you will have your Basecamp, the learning hub and the achievement board. So Basecamp ആണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. ലേണിംഗ് ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷണൽ റിസോഴ്സസും ആക്സസ് ചെയ്യുന്ന ഒരൊറ്റ സ്പോട്ടാണ്. വിച്ച് മീൻസ് ദാറ്റ് വെൻ യു ക്ലിക്ക് ഇൻ ദ ലേണിംഗ് ഹബ് യു വിൽ സീ ഓൾ ദി എലമെന്റ്സ് ദാറ്റ് ഇസ് ഹിയർ. അതായത് Basecamp എന്ന് പറയുന്നതും ഇൻക്ലൂഡഡ് ആണ് ഈ ലേണിംഗ് ഹബിലുള്ളത്. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു പാത്ത് വാങ്ങേണ്ടവർക്ക് ഇതായിരിക്കും. സോ ഇഫ് യു ആർ എ വെരി ന്യൂ മെമ്പർ, ദ ഫസ്റ്റ് ടൈം യു ആർ ലോഗിങ് ഇൻ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂസ് യുവർ പാത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരും. ഈ സാധനങ്ങൾ ഇപ്പൊ കാണില്ല. സോ ഫസ്റ്റ് യു വിൽ ചൂസ് യുവർ പാത്ത്. അത് കഴിഞ്ഞിട്ട് പാത്ത് സെലക്ഷൻ ഉണ്ട്. അപ്പോൾ വൺസ് യു ക്ലിക്ക് ടു ചൂസ് യുവർ പാത്ത്, അതിനകത്ത് പോയി കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു സെലക്ട് യുവർ ലാംഗ്വേജ്. ഇപ്പൊ ഞാൻ കറന്റ്ലി ഇപ്പൊ നമ്മൾ ക്വിക്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ സെലക്ട് യുവർ ദിസ്. ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, യു ഓൾ ദ പാത്ത്സ് ആൻഡ് ടേക്ക് എൻ അസസ്മെന്റ്. ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ് യു ഗോ ഫോർ ദി അസസ്മെന്റ്. അസസ്മെന്റ് പോയിട്ട് യു എന്താ പറയാ ഡു യുവർ അസസ്മെന്റ് ഇൻ ടേംസ് ഓഫ് വാട്ട് യു ഹാവ് ടു ഡു. ഇത് ഞാനിപ്പോ ഐ എം നോട്ട് ഗോയിങ് ത്രൂ ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു ഡു യുവർ സെൽഫ്. അപ്പൊ ഇത് ഓണസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ വൺസ് യു സ്റ്റാർട്ട് ദി അസസ്മെന്റ് യു വിൽ ഹാവ് സെർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം യു വിൽ ഗെറ്റ് റെക്കമെൻഡേഷൻസ്. ആ റെക്കമെൻഡേഷൻസിൽ നിന്ന് യു ക്യാൻ ചൂസ് യുവർ പാത്ത് വിച്ച് യു നീഡ് ടു ടേക്ക് ഇൻ. ഓക്കെ, സോ വൺസ് ദാറ്റ് ഇസ് ഡൺ യു വിൽ ഹാവ് ചോസൺ യുവർ പാത്ത്. അപ്പൊ ഈ പറയുന്ന ലേണിംഗ് ഹബിൽ നിങ്ങൾ ഇതിനകത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിന്റെ ഓവർവ്യൂ കാര്യങ്ങളെല്ലാം, അതായത് നമ്മൾ ബേസിക്കലി എന്താണ് Basecamp എന്നുള്ളതിന്റെ ഇൻഫർമേഷൻ, മോസ്റ്റ് ഓഫ് ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ ലുക്ക് ഇൻ ടു ആൻഡ് റീഡ്. ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള കുറെ അധികം കാര്യങ്ങളുണ്ട്. അതുപോലെ പാത്വേസ് ഏതൊക്കെയാണെന്നുള്ളത്, പാത്വേസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, വാട്ട് ടൈപ്സ് ഓഫ് പാത്സ്, what is the materials that are accessible, what are the achievements, the awards, എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ പറ്റും. So considering the paucity of time, I am not going deep into here. Now when it comes to your learning hub ൽ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you will have the Basecamp and the Navigator. Navigator എന്ന് പറയുന്നത് നമ്മളുടെ ടോസ്റ്റ്മാസ്റ്റേഴ്സിന്റെ പാത്വേസിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ പോലെയാണ് ഇതിൽ വരുന്നത്. So you can see this here. ഇതിൽ സെലക്ട് യുവർ പ്രെഫറൻസ്, മാഗസീൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇതിലുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നാവിഗേറ്റർ ഉപയോഗിക്കുന്നത്. Now we will go to the crux of the point, which is the Basecamp. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങൾ ആക്സസ് ചെയ്യേണ്ടത് നിങ്ങളുടെ Basecamp ആണ്. ഇവിടെയാണ് നിങ്ങളുടെ എല്ലാം what you call as all the elements in terms of your learning aspect comes in. അപ്പോൾ first when you log in, ഇവിടെ കാണുന്ന Basecamp click ചെയ്യുക. So when we go to Basecamp, you will be taken to a learning management system. അപ്പൊ ഈ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിലാണ് പിന്നെ ഈ പറയുന്ന
ബാക്കിയുള്ള പ്രോസസ് whatever you have to do in terms of your education അതിനകത്ത് വരുന്നത്. So when you log into your Basecamp, you will see this is the first page. ഇതാണ് എൻ്റെ Basecamp ഇങ്ങനെ ആയിരിക്കും. It will be different for all of you. Or നിങ്ങൾ എടുക്കുന്നത് അനുസരിച്ചിരിക്കും. So this is where you have to see. This is where all your pathways will be there. നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, ലേണിംഗ് ആസ്പെക്ട്സ് എല്ലാം വരുന്നത്. ലെവൽ 2 കഴിഞ്ഞവർക്ക് ഈ പറയുന്ന പാത്വേസ് മെന്റോർ പ്രോഗ്രാം, അതുപോലെ ക്ലബ് ഓഫീസേഴ്സ് ആയി കഴിഞ്ഞാൽ യു വിൽ ഹാവ് ദ ക്ലബ് ബിൽഡിംഗ് കരിക്കുലം, അതുപോലെ നിങ്ങൾ ക്ലബ് കോച്ച് ആവാനാണെന്നുണ്ടെങ്കിൽ അവരുടെ നിങ്ങൾക്ക് ആക്സസിബിൾ ആക്കും. സോ ഓൾ ദീസ് എലമെന്റ്സ് വിൽ ബി മെയ്ഡ് ആക്സസിബിൾ ടു യു ആസ് ആൻഡ് വെൻ യു പ്രൊസീഡ് വിത്ത് യുവർ പ്രോഗ്രാം. പിന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പാർട്ട് ഓഫ് യുവർ അച്ചീവ്മെന്റ്സ്. അപ്പൊ അച്ചീവ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലേണിംഗ് ബാഡ്ജസ് ഏതൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നത് ലിങ്ക്ഡിനിൽ യു ക്യാൻ പോസ്റ്റ് ദീസ് തിങ്സ്. അത് ഇപ്പോൾ പുതിയൊരു ഫീച്ചറാണ്. നിങ്ങളുടെ ഈ പറയുന്ന ഷെയർ ബാഡ്ജ് എന്ന് ഇവിടെ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഷെയർ ഇറ്റ് യുവർ ലിങ്ക്ഡിൻ ഓർ ഫേസ്ബുക്ക് ആൻഡ് മെൻഷൻ ദാറ്റ് യു ഹാവ് കംപ്ലീറ്റഡ് സ്പെസിഫിക് ലെവൽസ് ഇൻ യുവർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ആ ഒരു ഇതിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഫീഡ്ബാക്ക് ബാഡ്ജസ് ആണ്. ഫീഡ്ബാക്ക് ബാഡ്ജസ് ആർ മോസ്റ്റ്ലി വിച്ച് കംസ് ഇൻ ടേംസ് ഓഫ് യുവർ വാട്ട് യു കോൾ മീറ്റിംഗിന് ശേഷം യു ക്യാൻ ഗോ ഓൺലൈൻ ആൻഡ് പുട്ട് യുവർ ഫീഡ്ബാക്ക് ഇൻ ടേംസ് ഓഫ് ബാഡ്ജസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതും നിങ്ങൾക്ക് ഷെയറബിൾ ആണ്. പിന്നെ മൾട്ടിപ്പിൾ സർട്ടിഫിക്കറ്റ്സ് ദാറ്റ് യു ഹാവ്, നിങ്ങളുടെ ലെവൽ 1 ലെവൽ 2 ഏതൊക്കെയാണോ സർട്ടിഫിക്കറ്റ്സ് ഉള്ളത് അതെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് അവൈലബിൾ ആക്കാൻ പറ്റും. പിന്നെ സ്പീച്ച് ലോഗ് എന്ന് പറയുന്നത് ഇഫ് യു ഹാവ് കെപ്റ്റ് യുവർ സ്പീച്ച് ലോഗ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്. പിന്നുള്ളത് ഫീഡ്ബാക്ക്. ഇവിടെയാണ് നമ്മൾ പറയുന്ന മറ്റേ നേരത്തെ നമ്മൾ ബാഡ്ജസ് കൊടുത്തു എന്ന് പറയുന്നല്ലോ. അപ്പോൾ ഇവിടെ ഈ ഇത് കാണുന്നതാണ് ഫീഡ്ബാക്ക്. അപ്പോൾ നിങ്ങളുടെ ക്ലബ്ബ് സെലക്ട് ചെയ്യുക. ക്ലബ്ബ് സെലക്ട് ചെയ്തതിനു ശേഷം ഒരു മെമ്പർ സെലക്ട് ചെയ്യുക. മെമ്പർ സെലക്ട് ചെയ്തതിനു ശേഷം യു വിൽ ഹാവ് വാട്ട് ഇസ് ദി ഫീഡ്ബാക്ക് ദാറ്റ് യു വാണ്ട് ടു ഗിവ്. അതുപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നൊരു ഇത് ബാഡ്ജ് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ ക്ലബ് മെമ്പേഴ്സിന് കാണുന്ന രീതിയിലാക്കാം, സെലക്ടഡ് ക്ലബ് മെമ്പേഴ്സിന് കാണുന്ന രീതിയിലും ആക്കാം. അത് കഴിഞ്ഞിട്ട് യു ക്യാൻ പോസ്റ്റ് യുവർ ഫീഡ്ബാക്ക്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഇപ്പൊ ആരുടെങ്കിലും ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ക്ലബിലെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോസ്റ്റ് മാസ്റ്റർ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു ഇത് കിട്ടണമെന്ന് ഫീഡ്ബാക്ക് കിട്ടണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ റിക്വസ്റ്റ് ഫോർ ദാറ്റ്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഗോ ടു യുവർ ക്ലബ് നെയിം, സെലക്ട് യുവർ ഫീഡ്ബാക്ക്. അത് ഒന്നിലേറെ മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ആൾക്കാരെ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെൻ യു സെൻഡ് യുവർ റിക്വസ്റ്റ് ദേ വിൽ ഗെറ്റ് എ നോട്ടിഫിക്കേഷൻ ദാറ്റ് ദേ ഹാവ് ബീൻ റിക്വസ്റ്റഡ് ഫോർ ഫീഡ്ബാക്ക്. അത് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ പറയുന്ന ഇവിടെ കാണുന്ന ഈ ഒരു ബെൽ ഐക്കൺ കാണും. അപ്പൊ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ യു വിൽ ഹാവ് യുവർ നോട്ടിഫിക്കേഷൻസ്. ആ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവാലുവേഷൻ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പുതിയൊരു ഓപ്ഷൻ ആണ്. ഇപ്പോ നിങ്ങളുടെ അകത്ത് തന്നെ ക്ലബിനകത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യു ക്യാൻ യൂസ് യുവർ ഇവാലുവേറ്റേഴ്സ് വിത്തിൻ യുവർ ക്ലബ്. ഡയറക്ട്ലി നിങ്ങൾക്ക് അത് LMS വഴി നിങ്ങൾക്ക് ഇവാലുവേഷൻ ഫോംസ് അയച്ചു കൊടുക്കാം. ഇപ്പോ നിങ്ങളുടെ പുറത്തുനിന്നുള്ള ഒരു ക്ലബ്, ഫോർ എക്സാമ്പിൾ ഞാൻ മാതൃമലയാളത്തിൽ നിന്നാണ്, ഇപ്പോൾ എൻ്റെ ഒരു സ്പീച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ബിൻഡെ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ബിൻഡയ്ക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ യൂസ് ഈ പറയുന്ന മെത്തേഡിലൂടെ യു ക്യാൻ ഷെയർ ദിസ്. ഈ ഫോംസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ ഫോംസ് ആർ അവൈലബിൾ ടു ഡൗൺലോഡ്. അപ്പൊ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഐ ക്യാൻ സെൻഡ് ഇറ്റ് ടു ബിൻഡ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഡയറക്ട്ലി നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ഏതാണോ നമ്മുടെ ഇവാലുവേഷൻ റിസോഴ്സ് വേണ്ടത് അതെല്ലാം ഇവിടുന്ന് നമുക്ക് കിട്ടും. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സി ഓൾ ദി ഇവാലുവേഷൻ ഫോംസ് ദാറ്റ് ആർ അവൈലബിൾ. അങ്ങനെയാണ് നമ്മുടെ ഫീഡ്ബാക്കിന്റെ സെക്ഷൻ. നെക്സ്റ്റ് റീസോഴ്സസ് എന്ന് പറയുമ്പോൾ ടോസ്റ്റ് മാസ്റ്റേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ റീസോഴ്സസ് ഉണ്ട്. അതായത് എങ്ങനെയാണ് ബേസിക്സ്, അതുപോലെ ഫോക്കസിങ് ഓൺ ദ പോസിറ്റീവ്, ഇതെല്ലാം പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ്, പ്രോജക്റ്റ് റീസോഴ്സസ് ആണ്. പിന്നെ നമുക്ക് താഴെ വരുന്നത് പ്രോജക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ. ഓരോ പ്രോജക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു വാണ്ട് ടു ഡു. അതുപോലെ ഇവാലുവേഷൻ റീസോഴ്സസ് ഇവിടെയും കാണാൻ പറ്റും. പിന്നെ അഡീഷണലി പറയുന്ന ട്രാൻസ്ലേറ്റഡ് പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ജാപ്പനീസ്, മലയാളം ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ ദർ ആർ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഡൗൺലോഡ്സ് ദാറ്റ് യു ക്യാൻ യൂസ് ഇൻ മലയാളം. ബൈലിംഗ്വൽ ക്ലബ് ആണല്ലോ അരുണാചലപുരി. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊജക്ടിന്റെ മലയാളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇഫ് യു എക്സ്പ്ലോർ ദിസ്, ഇവിടെ വ്യൂ ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണും. അപ്പോൾ മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതിന്റെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അഡീഷണലി കുറച്ച് ട്യൂട്ടോറിയൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബേസ് ക്യാമ്പ് യൂസർ ഗൈഡും ബേസ് ക്യാമ്പ് മാനേജർ ഗൈഡും ഇത് രണ്ടും നിങ്ങൾ ഡെഫിനറ്റ്ലി നോക്കണം. യു ഹാവ് ടു ഗോ ഡൗൺലോഡ് ഇറ്റ് ആൻഡ് ഗോ ത്രൂ ഇറ്റ്. അപ്പൊ ഞാൻ ഈ പറയുന്ന സാധനങ്ങളെ കുറച്ചും കൂടി ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ബേസ് ക്യാമ്പ് യൂസർ ഗൈഡും ബേസ് ക്യാമ്പ് മാനേജർ ഗൈഡും. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക ആൻഡ് ഗോ ത്രൂ ഇറ്റ്. യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ ലോട്ട് മോർ
ഐഡിയ സ്ട്രോങ്ങർ ആയിട്ട് നിങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന ഡിസ്കഷന്റെ ബേസിസിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ പറയുന്ന ബേസ് ക്യാമ്പിനകത്ത് നമുക്ക് ചെയ്യാവുന്ന പല ട്യൂട്ടോറിയൽസും ഉണ്ട്. അതെല്ലാം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇതാണ്. ഓക്കെ, സോ നൗ വി വിൽ കം ടു ആക്സസിങ് യുവർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അപ്പൊ പാത്സ് ആൻഡ് ലേണിംഗ് ആണ് നമ്മളുടെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് എല്ലാം ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോ ഫസ്റ്റ് നമ്മൾ ഏതാണോ പ്രൊജക്ട് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് പ്രസന്റേഷൻ മാസ്റ്ററി ആണ് അതിന്റെ ഫസ്റ്റ് പാർട്ട്. അപ്പൊ നമ്മൾ ഈ പ്രസന്റേഷൻ മാസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് യു വിൽ ഗെറ്റ് ഇൻ ടു ദി ഓവർവ്യൂ. നമ്മുടെ പഴയ ഡാഷ്ബോർഡിൽ നിന്ന് അല്ലെങ്കിൽ പഴയ ബേസ് ക്യാമ്പിന്റെ പ്രോസസ്സിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ പുതിയ ബേസ് ക്യാമ്പിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് യു സീ ദാറ്റ് there are പാനൽ. പാനലിലാണ് എല്ലാം നമ്മൾ കാണുന്നത്. ഈ പാനലിൽ കാണുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് വി വിൽ ക്ലിക്ക് ഇൻ ടു ദി ഓവർവ്യൂ. ഈ ഓവർവ്യൂ എന്ന് പറയുന്ന സ്പോട്ടിലാണ് നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് പ്രൊജക്ടിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വെർ യു സീ. അപ്പൊ ലെവൽ 1 എവിടെയാണ്? അപ്പൊ ഈ ലെവൽ 1 ഈ കാര്യങ്ങൾ, ലെവൽ 2 കാര്യങ്ങൾ, ലെവൽ 3 കാര്യങ്ങൾ, ലെവൽ 4 അങ്ങനെ ഓരോന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ യു വിൽ ഹാവ് ഓൾ ദി പോയിന്റ്സ് ദാറ്റ് ആർ ദെയർ. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ഇപ്പോ ഇടയിൽ ഏതെങ്കിലും ഒരു ഇതാണ് ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ യു കൻ ആക്സസ് ഡയറക്ട്ലി. അപ്പോൾ അത് ഡയറക്ട്ലി ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഓവർവ്യൂ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺസ് യു ചൂസ് വിച്ച് എവർ ദാറ്റ് യു വാണ്ട് ടു ഡു, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നമ്മളുടെ ലെവൽ 2 പോകാൻ വിചാരിക്കാം. സോ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ലെവൽ 2. സോ വി വിൽ സ്റ്റാർട്ട് ലെവൽ 2. ഇത് ഒരു ടിപ്പിക്കൽ പ്രോസസ് ആണ്. എല്ലാ പ്രോജക്റ്റിലും സംതിങ് സിമിലർ ആയിട്ട് നമുക്ക് കാണും. സോ ദിസ് ഇസ് വെയർ യു ഫസ്റ്റ് സീ തിങ്സ്. ഇവിടെയാണ് നമ്മുടെ എല്ലാ റിസോഴ്സസും, ഈ പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റിസോഴ്സും നമുക്ക് അവൈലബിൾ ആവുന്ന ഈ ഒരു ഫസ്റ്റ് പേജിലായിരിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ബേസിക്കലി എന്താണ് ഈ പറയുന്ന പ്രോജക്ട് ലെവൽ 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതുപോലെ ഈ റിക്വയർഡ് പ്രൊജക്ട്സ് എന്താണ്, ഈ പറയുന്ന മീറ്റിംഗ് റോൾസ്. ഇപ്പൊ പുതുതായിട്ട് നമുക്ക് ലെവൽ കംപ്ലീഷന് വേണ്ടിയിട്ട് നമ്മൾ മീറ്റിംഗ് റോൾസും കൂടിയും കംപ്ലീറ്റ് ആയിരിക്കണം എന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന റോളുകൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തിരിക്കണം. അതായത് ഓരോ റോളുകളും നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കണം. അത് നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് പോയിന്റിലാണ്. അപ്പോൾ നമുക്ക് ചെക്ക് ലിസ്റ്റ് വരും. കംപ്ലീഷന് വേണ്ടിയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. സോ യു വിൽ സീ ഹിയർ, അതായത് പെർഫോം സ്പീക്കർ റോൾ. അതായത് ലെവൽ 2 നമ്മുടെ സ്പീച്ചസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക, ഒരു മീറ്റിംഗിൽ ഗ്രമേറിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഒരു മീറ്റിംഗിൽ നമ്മൾ ഒരു മെമ്പറുടെ ഇവാലുവേറ്റർ ആവുക, അതുപോലെ ഒരു ക്ലബ് മീറ്റിംഗിൽ ടേബിൾ ടോപ്പിക്സ് മാസ്റ്റർ ആവുക, അതുപോലെ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു റോൾ, ടോസ്റ്റ് മാസ്റ്റർ, ടൈമർ അല്ലെങ്കിൽ ആ കൗണ്ടർ എന്നുള്ള ഒരു അഡീഷണൽ റോൾ. അതായത് 3 മീറ്റിംഗിൽ മീറ്റിംഗ് റോൾ ഹോൾഡർ ആയിട്ടും 2 മീറ്റിംഗിൽ ഒരു മീറ്റിംഗിൽ നിങ്ങളുടെ ഇവാലുവേറ്റർ ആയിട്ടും, അതുപോലെ നിങ്ങളുടെ പ്രൊജക്റ്റുകളെല്ലാം സ്പീക്കർ റോളിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് നിങ്ങളുടെ ചെക്ക് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വൺസ് ദീസ് ചെക്ക് ലിസ്റ്റ് ആർ ഡൺ, ഇതിന് താഴെ വരുന്ന കുറെ റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ഓരോരുത്തരും ഓണസ്റ്റ്ലി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കുക. സോ വൺസ് യു സേവ് ദിസ് യു ക്ലിക്ക് ഹിയർ കംപ്ലീറ്റ് മൈ റിക്വയർമെന്റ്സ് എന്നുള്ളത്. ഈ കംപ്ലീറ്റ് മൈ റിക്വയർമെന്റ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ദാറ്റ് വുഡ് ഹാവ് ബീൻ കംപ്ലീറ്റഡ് ആൻഡ് ദാറ്റ് വിൽ മാർക്ക് ആസ് കംപ്ലീറ്റഡ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗ്രീൻ ടിക്ക് മാർക്ക് ഇവിടെ കാണാം. അപ്പൊ ഈ ഗ്രീൻ ടിക്ക് മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഈ പറയുന്ന ഓരോ ഇത് കഴിയുമ്പോഴും നിങ്ങളുടെ ഗ്രീൻ ടിക്ക് മാർക്ക് ഇതിനകത്ത് വരും. സോ ഇത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനിപ്പോ റീസെന്റ് എന്റെ ലെവൽ 5 കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ലാസ്റ്റ് വീക്ക് എന്റെ സ്പീച്ച് കംപ്ലീറ്റ് ചെയ്ത് എന്റെ ലെവൽ 5 കംപ്ലീറ്റ് ചെയ്തു. അപ്പോ ആ സമയത്ത് വരുമ്പോൾ യു വിൽ ഹാവ് ദി കംപ്ലീഷൻ പാർട്ട് ഓഫ് ഇറ്റ്. ഇനി ഇതേപോലെ തന്നെ ഓരോ പ്രോജക്റ്റുകളും നമുക്ക് ചെയ്യാം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വൺ ഓഫ് ദ പ്രോജക്ട്സ് അടുത്തത് നിങ്ങൾ കിടക്കാൻ പോകുന്ന ഓരോ പ്രോജക്റ്റിലേക്കാണ്. പിന്നെ ഓരോ ലെവൽസും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു കംപ്ലീറ്റ് 1 ലെവൽ ടു പ്രൊസീഡ് ടു ദ നെക്സ്റ്റ് ലെവൽ. അതാണ് പ്രോസസ്സ്. സബ്മിഷൻ പ്രോസസ്സ് വരുമ്പോൾ അങ്ങനെയാണ്. Now we will see a typical project here. അപ്പോൾ നമ്മളിത് കാണുന്നത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്നുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അതിനകത്ത് പറയുന്ന ഈ റിസോഴ്സസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇത് വെബ്സൈറ്റിലൂടെ നാവിഗേറ്റ് ചെയ്യുന്നതിന് പകരം യു വോണ്ട് ടു ഹാവ് സംതിങ് ഹാർഡ് ഇൻ യുവർ ഹാൻഡ്, ഇത് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സംഭവങ്ങൾ പ്രിന്റ് ചെയ്തിട്ട് യു ക്യാൻ മേക്ക് യുവർ നോട്ട്സ് ആൻഡ് എവറിത്തിങ് യൂസിങ് ദ പ്രിന്റ് ദി അണ്ടർസ്റ്റാൻഡിംഗ് പ്രോജക്റ്റ് എന്നുള്ള ഒരു സാധനം ഉണ്ട്. അപ്പോൾ എല്ലാ പ്രോജക്റ്റിനും നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF കിട്ടും. ആ PDF നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെബ്സൈറ്റിൽ അല്ലാണ്ട് തന്നെ അതും ഹാൻഡ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും.
സോ നിങ്ങൾക്ക് ഈ പറയുന്ന അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രോസസ്സ് ആണ്, അതായത് നമ്മുടെ പ്രോജക്റ്റിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ, ദി അസൈൻമെന്റ്, വാട്ട് ഇസ് ദ പർപ്പസ് ആൻഡ് വാട്ട് ഇസ് ദി വാട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തരും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ പോയിന്റിലാണ് ഇനി വരുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വാട്ട് യു നീഡ് ടു ഡു ഇസ് യു ഹാവ് ടു പുട്ട് ദീസ് തിങ്സ്, അതായത് വാട്ട് ഡു യു നോ ആൻഡ് വാട്ട് ഡു യു വണ്ടർ. ഇതാണ് നമ്മുടെ പുതിയ പാത്വേയിലുള്ള അഡിഷൻ. അതായത് ടു അസസ് ആൻഡ് ട്രാക്ക് യുവർ നോളജ്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്താണ്, അതുപോലെ നമ്മൾ എന്താണ് ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഇങ്ങനെ സംഭവിക്കുക എന്നുള്ളതൊക്കെ. ഫോർ എക്സാമ്പിൾ, ഐ വണ്ടർ ഹൗ മൈ ബിഹേവിയർ ആൻഡ് ചോസൺ സ്റ്റൈൽസ് ഇമ്പാക്ട്, അതെങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇടേണ്ടത്. ദീസ് ആർ ഓൾ സംതിങ് ദാറ്റ് യു ഹാവ് ടു ഡു പേഴ്സണലി. പിന്നെ അത് കഴിഞ്ഞ് യു വിൽ സി വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ ലേൺ ആഫ്റ്റർ യു ആൻഡ് പ്രാക്ടീസ് ഇൻ ദിസ് പ്രോജക്ട്. The next part is in terms of the rest of the content. നിങ്ങളുടെ കോണ്ടന്റിൽ ഇതുള്ള ഈ പറയുന്ന ഈ ഡിസ്കവറിംഗ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിലുള്ള ക്വസ്റ്റനെയർ ആണ്. ഈ ക്വസ്റ്റനെയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സി വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ യു ഹാവ് ദ ഇൻഫർമേഷൻ ഹിയർ. ഐ ആം നോട്ട് ക്വിക്ക് സ്കിപ്പിംഗ് ടു ദ നെക്സ്റ്റ് പോയിന്റ്സ്. ഇതെല്ലാം ഇൻഫർമേഷൻ ആണ്. ഇതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. ദീസ് ആർ ഓൾ തിങ്സ് ദാറ്റ് യു ക്യാൻ റിവ്യൂ അറ്റ് എ ലേറ്റർ പോയിന്റ് ഇൻ ടൈം. ഇവിടെ നമ്മുടെ പ്രൊജക്ടിന്റെ റിക്വയർമെന്റ്സ് ഇവിടെ ചെയ്തു. നൗ യു വിൽ സീ ദിസ് ദി ഇവാലുവേഷൻ പാർട്ട്. അപ്പൊ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങളുടെ സ്പീച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വാട്ട് യു ഹാവ് ലേൺഡ് എന്നുള്ളത്. അത് ഇവിടെ ആഡ് ചെയ്തിട്ട് യു ഹാവ് ടു ആഡ് വാട്ട് യു ഹാവ് ലേൺ. ആ കാര്യങ്ങൾ ആഡ് ചെയ്ത് വെക്കുകയും അത് സേവ് ചെയ്യുകയും ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് സ്പീച്ചിന്റെ ഇവാലുവേഷൻ റിസോഴ്സ് ഡയറക്റ്റ്ലി നമുക്ക് ക്ലബിലുള്ള ആൾക്കാർക്ക് അയക്കാമെന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ നമ്മളിവിടെ ഒരു സ്പീച്ച് ടൈറ്റിൽ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരു റാൻഡം ടോപ്പിക് കൊടുത്തു. ഇനി വാട്ട് ഇസ് ദ ഡേ ദാറ്റ് യു വിൽ ബി മീറ്റിംഗ്, നിങ്ങളുടെ മീറ്റിംഗ് ഡേറ്റ്സ് ഏതാണെന്ന് ചോദിക്കുക. ഫോർ എക്സാമ്പിൾ എന്റെ നെക്സ്റ്റ് മീറ്റിംഗ് ഇസ് കമ്മിങ് അപ്പ് ഓൺ ദ 4th of February. എന്റെ ക്ലബിന്റെ ഇവിടെ നിങ്ങൾ മൾട്ടിപ്പിൾ മെമ്പർ ഓഫ് അതായത് ഡുവൽ മെമ്പർ അങ്ങനെയാണ്, മൾട്ടിപ്പിൾ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലബിന്റെ ഓപ്ഷൻസ് വരും. അപ്പൊ ഏത് ക്ലബിലാണ് നിങ്ങൾ സ്പീച്ച് കൊടുക്കാൻ പോകുന്നതെന്ന് പോവുക. അതിനകത്ത് നിങ്ങളുടെ ക്ലബിനകത്തുള്ള മെമ്പർ ഒരാളായിരിക്കും ഇവാലുവേറ്റർ ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെയാണ്, എന്റെ DTM ഹരിരാജിനെ ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ അതേപോലെ ഏതാണ് എന്റെ പ്രോജക്ട്, ഫോർ എക്സാമ്പിൾ എന്റെ കണക്ട് വിത്ത് യുവർ ഓഡിയൻസ് എന്നുള്ളതാണ് എന്റെ ഒരു പ്രോജക്റ്റ് എന്നുണ്ടെങ്കിൽ ആ ഇവാലുവേഷൻ റിസോഴ്സ് സെലക്ട് ചെയ്യാം. ഇഫ് യു ഹാവ് എനിത്തിങ് സ്പെസിഫിക് ദാറ്റ് യു വോണ്ട് ടു ലുക്ക് ഇൻ ടു, ഒരു ഇവാലുവേറ്ററുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത്, അപ്പൊ ഫോർ എക്സാമ്പിൾ ഐ വോണ്ട് ടു എക്സ്പ്ലോർ മൈ വോക്കൽ വെറൈറ്റി when connecting to an audience. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്തു വെക്കാൻ പറ്റും. ആൻഡ് വെൻ യു ക്ലിക്ക് സേവ് ആൻഡ് ഇമെയിൽ, അതായത് നമ്മൾ ഈ പറയുന്ന മെമ്പറുടെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയിലേക്ക് ഈ പറയുന്ന സംഭവം പോകും. സോ വൺസ് ദേ റിസീവ് ഇറ്റ് ദെയർ, അവിടെ റിസീവ് ചെയ്ത ശേഷം വെൻ ദേ ഫിൽ ഇറ്റ് ആൻഡ് സെൻഡ് ഇറ്റ് ബാക്ക്, അത് നമ്മളുടെ ഈ റിസോഴ്സിലേക്ക് തിരിച്ചു വരും, നമ്മളുടെ ഇമെയിലിലേക്ക് തിരിച്ചു വരും. സോ ദാറ്റ് ഇസ് ഹൗ ദ പ്രോസസ് ഹാപ്പൻസ്. അപ്പോൾ ഈ സംഭവം ചെയ്തതിനു ശേഷം സേവ് ആൻഡ് ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സെൻഡ് ടു ദി പേഴ്സൺ. അതുപോലെ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു സെൻഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി യു ക്യാൻ സേവ് ദ ലോഗ്. ആൻഡ് വൺസ് യു ഹാവ് കൺഫേംഡ് എവറിത്തിങ്, ഇനിയിപ്പോൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ടൈറ്റിൽ ചേഞ്ച് ചെയ്യണം എന്ന് തോന്നുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവാലുവേറ്റർ മാറി പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇദ്ദേഹം അല്ല, നമുക്ക് പുതിയൊരു ഇവാലുവേറ്റർ ആണ് വരുന്നത്, സോ ഐ വിൽ ചൂസ് ദ ന്യൂ ഇവാലുവേറ്റർ. ആൻഡ് വൺസ് ദാറ്റ് ഇസ് കൺഫേംഡ് യു ക്യാൻ സേവ് ഇറ്റ് ആൻഡ് ഇമെയിൽ. ഓക്കെ, അപ്പൊ അതാണ് ഈ സേവ് ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞോളൂ. ഇതില് ഇപ്പം വേറൊരു ക്ലബ് ആണ് നമ്മൾ സ്പീച്ച് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? വേറൊരു ക്ലബ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ പാർട്ട് ഓഫ് ദാറ്റ് ക്ലബ് ദ സെയിം പ്രോസസ്. അല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡൗൺലോഡ്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ നമ്മുടെ ഇവാലുവേഷൻ റിസോഴ്സ്, നമ്മുടെ ഇതിൽ പോയപ്പോ പാത്വേസിനകത്ത് റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇതുണ്ട്, ടാബ് ഉണ്ട്. അത് ഞാൻ പറയാം, ഐ വിൽ കം ടു ദെയർ. ഓക്കെ, അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ സി ഓൾ ദ റിസോഴ്സസ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് യു ക്യാൻ സെൻഡ് ഇറ്റ് ഡയറക്ട്ലി ടു ദ ഇവാലുവേറ്റർ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോ ബാക്കിയുള്ള ക്ലബ്സിലേക്ക് ആക്സസ് ഇല്ല. ഇപ്പൊ ടൈം ഫോർ എക്സാമ്പിൾ മറ്റ് ക്ലബുകളിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ക്ലബുകളുടെ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ അല്ല. കാരണം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡാറ്റാബേസ് ഇസ് ടു ലാർജ്. കാരണം 10-15,000 ക്ലബുകളുണ്ട്. അപ്പൊ അത്രയും ഡാറ്റാബേസ് ഇതിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിറ്റ് ഡിഫിക്കൾട്ട്. അഗൈൻ അത് മാത്രമല്ല ഇറ്റ്സ് എ ബിറ്റ്
ഒരു ഇച്ചിരി കൂടി ഒരു പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസേൺസ് ഉള്ളതുകൊണ്ട് വി ആർ റെസ്ട്രിക്റ്റിംഗ് ഇറ്റ് ടു അവർ ഹോം ക്ലബ്സ്. അപ്പൊ ഏതൊക്കെ ക്ലബ്ബുകളാണോ ഉള്ളത് അതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് വൺസ് യു കംപ്ലീറ്റ് യുവർ പ്രോജക്റ്റ്, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഇത് വരും. സോ നിങ്ങളുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ലാത്ത സമയത്ത് ദർ ഇസ് സംതിങ് ദറ്റ് യു വിൽ ഹാവ് ടു ഡു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്ന് കാണും. അപ്പൊ ഈ സബ്മിറ്റ് ഫോർ അപ്രൂവലിനകത്ത് നിങ്ങൾ ക്ലബ്ബ് ഏതാന്നുള്ളത് ചൂസ് ചെയ്യുക. ഏത് ക്ലബിനാണ് നിങ്ങളുടെ ഈ ലെവൽ കംപ്ലീഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലബ്ബ് ഇതിനകത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവും. ആ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. വൺസ് യുവർ പ്രോജക്റ്റ് ഇസ് സബ്മിറ്റഡ് ഇറ്റ് വിൽ ഇൻഫോം ദ ബേസ് ക്യാമ്പ് മാനേജേഴ്സ്. ഇനി ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് സംസാരിക്കാൻ പോകുന്നത് ബേസ് ക്യാമ്പ് മാനേജേഴ്സിനെ കുറിച്ചാണ്. സോ ഇറ്റ് വിൽ ബി ഇൻഫോം ടു ഓൾ യുവർ ബേസ് ക്യാമ്പ് മാനേജേഴ്സ്, അതായത് ബേസിക്കലി ഇറ്റ്സ് ഓൾ യുവർ ക്ലബ് ഓഫീസേഴ്സ്. അപ്പൊ അവിടെ ആ ക്ലബ് ഓഫീസർ നിങ്ങളുടെ ലെവൽ കംപ്ലീഷൻ അപ്രൂവ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പ്രൊജക്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം കാണുക. Okay, until then you will not see this here. Once it is done, when you come back here you will see that your project is complete എന്ന് പറഞ്ഞിട്ട് കാണും. And once it is done, when you click for submit for approval, you come back here and then proceed with the next project that you have. So this is the typical process that you will have. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു typical process. Now we will go back to the dashboard and we'll explore the Basecamp Manager next. ഇതേപോലെ തന്നെയാണ് ഓരോ ലെവൽസിനും കേട്ടോ. എല്ലാ പ്രോജക്റ്റിനും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ലെവൽ കംപ്ലീഷനും ഉണ്ട് ഇങ്ങനെ ഒരു ഇത്. ഓക്കെ, ഐ വിൽ ഓൾസോ ഷോ ദ ലെവൽ കംപ്ലീഷൻ ഓഫ് പാർട്ട് ആസ് വെൽ. പ്രോജക്റ്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെവൽ കംപ്ലീഷൻ ഒരു അപ്രൂവൽ. സോ ഇവിടെ നോക്കി അവിടെ കാണാം ലെവൽ 1 കംപ്ലീഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും അതേപോലെ തന്നെ നമുക്ക് ലെവൽ കംപ്ലീഷനുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അതായത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേസ് ക്യാമ്പ് മാനേജർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, മൈ മിസ്റ്റേക്ക് ഹിയർ. ബേസ് ക്യാമ്പ് ഈ ലെവൽ കംപ്ലീഷന് മാത്രമേ നമുക്ക് ഇവിടെ പോകുന്നുള്ളൂ. പ്രോജക്ട് കംപ്ലീഷന് യു ഡോണ്ട് ഹാവ് ടു ബി അപ്രൂവ്ഡ്. അത് അപ്രൂവൽ വേണ്ട, നമ്മൾ അവിടെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. ഇവിടെ ഈ സാധനത്തിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യു ഹാവ് ടു ക്ലിക്ക് ആൻഡ് അപ്രൂവ്. അതായത് യുവർ ബേസ് ക്യാമ്പ് മാനേജർ ഹാസ് ടു അപ്രൂവ് യുവർ ലെവൽ. ഇവിടെ ലെവൽ കംപ്ലീഷന്റെ സമയത്ത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും ഏത് ക്ലബിനാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് സബ്മിറ്റ് ചെയ്യേണ്ട ക്ലബ്ബ് സെലക്ട് ചെയ്തിട്ട് യു ഗിവ് ഇറ്റ് ഫോർ അപ്രൂവൽ. വൺസ് യു സബ്മിറ്റ് ഫോർ അപ്രൂവൽ ആൻഡ് വൺസ് ഇറ്റ് ഇസ് ഡൺ യു വിൽ സി. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എന്റെ ലെവൽ 5 അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം മൈ വൈസ് പ്രസിഡന്റ് എഡ്യൂക്കേഷൻ അപ്രൂവ്ഡ് ഇറ്റ് ഹിയർ. ഇപ്പോൾ അവിടെ കാണാൻ പറ്റും യുവർ ലെവൽ 5 കംപ്ലീഷൻ ഇസ് അപ്രൂവ്ഡ്, റിവ്യൂ ദ ഫൈനൽ പ്രോജക്ട് ആൻഡ് മേക്ക് കംപ്ലീറ്റ് ദ പാത്ത്. അപ്പൊ എനിക്ക് ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പ്രോജക്ട് ഇസ് ദ പാത്ത് കംപ്ലീഷൻ. അപ്പോൾ അതിന്റെ ഇൻഫർമേഷൻ വന്നു. സോ ദിസ് ഇസ് ഹൗ യു വിൽ ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ ലെവൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരും. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു അപ്രൂവ് യുവർ ലെവൽ കംപ്ലീഷൻ. പ്രോജക്റ്റിന് ദിസ് ഇസ് നോട്ട് റിക്വയർഡ്. ഇറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് യു ജസ്റ്റ് ക്ലിക്ക് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ഡയറക്ട്ലി ഫിനിഷ് ദ ലെവൽ. I mean the project. Level completion വരുമ്പോഴാണ് we have to get it approved. Now we will go to the Basecamp Manager. Okay. Basecamp Manager എന്ന് പറയുന്നത് this is something that is accessible for all the club officers. Vice President Education, President മുതൽക്ക് നമ്മളുടെ ഈ പറയുന്ന സാർജന്റ് ടേംസ് വരെയുള്ളവർക്കെല്ലാം ആക്സസിബിൾ ആയിട്ടുള്ളതാണ് ഈ പറയുന്ന ബേസ് ക്യാമ്പ് മാനേജർ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ സി there are different tabs: approvals, member overview, paths in progress, recent activity. അപ്പൊ റീസെന്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ 2 മാസം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഇപ്പൊ അപ്രൂവൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ കാണും. സബ്മിഷൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്രൂവൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ കണ്ടു ലെവൽ 5, എന്റെ ലെവൽ 5 അപ്രൂവ് ചെയ്ത് ഹരിരാജ് ആയിരുന്നു. അതുപോലെ അതിന്റെ തൊട്ട് മുമ്പ് ഞാൻ ലെവൽ 5 അപ്രൂവ് ചെയ്തു, ഐ മീൻ കംപ്ലീറ്റ് സബ്മിറ്റ് ചെയ്തു, കംപ്ലീഷൻ സബ്മിറ്റ്. അപ്പൊ അപ്രൂവ് ചെയ്ത് ഇതാണ്. സോ യു വിൽ സീ ഫോർ ഓവർ ദ ലാസ്റ്റ് 60 days വാട്ട് ആർ ദി ആക്ടിവിറ്റീസ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ്. പിന്നെ അപ്രൂവൽസ് എന്ന് പറയുന്നതിലാണ് വേർ ദ വൺസ് യു സബ്മിറ്റ് ഒരു മെമ്പർ പ്രോജക്ട് ലെവൽ കംപ്ലീഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് വരിക.
അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ ആൻഡ് അപ്രൂവ് ഇന്നോവേഷൻ പ്ലാൻ ലെവൽ 3 ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നത്. സോ വൺ തിങ് യു നീഡ് ടു നോ, ഇഫ് യു ആർ ക്ലബ് ഓഫീസർ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ജോയ് സർ ആണ് ഒരു ലെവൽ കംപ്ലീഷൻ സബ്മിറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ആ ലെവൽ കംപ്ലീഷൻ സബ്മിറ്റ് ചെയ്തതിന്റെ അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ജോയ് സർ ഒഴികെ ബാക്കിയുള്ള എല്ലാ ക്ലബ് ഓഫീസേഴ്സിനും വരും. So you cannot approve as a club officer, you cannot approve your own level completion. അപ്പൊ അതൊരു പോയിന്റ് ആണ്. സോ ബാക്കിയുള്ളവർക്കാണ്. അതുകൊണ്ടാണ് എന്റെ ഇവിടുത്തെ ലെവൽ 5ന്റെ അപ്രൂവൽസിന്റെ ഇതിൽ എനിക്ക് കാണാൻ പറ്റാത്തത്. ഞാൻ ലെവൽ 5 കൊടുത്ത കാരണം എനിക്കിത് അപ്രൂവലിന് ചെയ്യാൻ പറ്റില്ല. കാരണം വേറൊരു ക്ലബ് ഓഫീസർ അത് അപ്രൂവ് ചെയ്യണം. അതുകൊണ്ട് ഐ വിൽ നോട്ട് സീ ഇറ്റ് ഹിയർ. അപ്പൊ അതേപോലെ തന്നെ വൺസ് യു ഗെറ്റ് ആൻ അതർ മെമ്പേഴ്സ് ഹിയർ, ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും അപ്രൂവ് ഡിനൈ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അപ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൺസ് ഇറ്റ് ഇസ് ഡൺ നമ്മൾ കൺഫേം ചെയ്യുക ആസ് ഹുഎവർ ദി ഓഫീസർ ഹു ഈസ് ഗോയിങ് ടു അപ്രൂവ്, എൻഷുർ ദാറ്റ് ദ പേഴ്സൺ ഹാസ് ആക്ച്വലി കംപ്ലീറ്റഡ് ദ തിങ്സ്, ദേ ആർ നോട്ട് ജസ്റ്റ് സബ്മിറ്റിംഗ് ഇറ്റ്. അത് നമ്മൾ ആ ഒരു ഇന്റഗ്രിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, എൻഷുർ ദാറ്റ് ഓൾ ദീസ് തിങ്സ് ആർ ഡൺ, ആൻഡ് വൺസ് ഇറ്റ് ഇസ് ഡൺ യു അപ്രൂവ് ഇറ്റ് ആൻഡ് ദെൻ ദാറ്റ് അപ്രൂവൽ വിൽ ബി റിഫ്ലക്റ്റഡ് ദർ. അപ്പോൾ പിന്നെ ആ മെമ്പറുടെ ഇതിൽ പോകുമ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ആ മെമ്പറിന് കിട്ടും. അതുപോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസെന്റ് ആക്ടിവിറ്റിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ബിൻഡാന്റെ ലെവൽ കംപ്ലീഷൻ നമ്മൾ ജോയ് സർ അപ്രൂവ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ബിൻഡാന്റെ പേര് കാണും, വാട്ട് ഇസ് ദ ലെവൽ ദാറ്റ് ഇസ് the path that is taken, and you will see the level which is completed and approved by Dr. Joy. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻ നമുക്ക് ഈ പറയുന്ന റീസെന്റ് ആക്ടിവിറ്റിയിൽ അത് കിട്ടും. The next part is the member overview. മെമ്പർ ഓവർവ്യൂ എന്ന് പറയുന്നത് ഈ കാണുന്ന ഓരോ ആൾക്കാരും നമ്മൾ ആരൊക്കെയാണ്, നമ്മുടെ ക്ലബിലുള്ള ആളുകളുടെ ഇപ്പോഴത്തെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ലെവൽ എന്താണ്, അതുപോലെ ഏതൊക്കെയാണ് ഹയസ്റ്റ് അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ കംപ്ലീറ്റഡ് പാർട്സ് ഏതൊക്കെയാണെന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ ഇവിടെ കാണും. അതുപോലെ എന്നാണോ ലാസ്റ്റ് സ്പീച്ച്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ദ സബ്മിഷൻ ഓഫ് യുവർ ഇവാലുവേഷൻ ഫോം. നിങ്ങളുടെ ഇവാലുവേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലാണ് ഇവിടെ കാണുക. അത് വേറൊരു ക്ലബിലെ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ഷോൺ. പക്ഷേ നിങ്ങളുടെ വിത്തിൻ ദ ക്ലബ് യു ഹാവ് എൻ ഇവാലുവേറ്റർ, ആ ഇവാലുവേറ്റർ അത് നമ്മൾ സേവ് ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ആ ഡേറ്റ് റിഫ്ലക്ട് ചെയ്യും. സോ ദോസ് ഹു ഹാവ് ഡൺ ദാറ്റ് പ്രോജക്ട് വിത്തിൻ ആൻഡ് ഹാസ് എ ക്ലബ് മെമ്പർ ഹു ഈസ് ഇവാലുവേറ്റിംഗ്, അങ്ങനെയുള്ളവരുടെ ഇൻഫർമേഷൻ ഇവിടെ കാണാൻ പറ്റും. സോ ദിസ് ഇസ് ബേസിക്കലി വാട്ട് യു വിൽ സീ ഇൻ ദ മെമ്പർ ഓവർവ്യൂ. Path in progress എന്ന് പറയുന്നത് this is where the vice president education has the maximum benefit. ഈ പാർട്സ് ഇൻ പ്രോഗ്രസ്സിൽ പോയി കഴിഞ്ഞാൽ ഓരോരുത്തരെ ഏത് ലെവലിൽ എത്ര പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള പ്രോപ്പർ ഇൻഫർമേഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അത് that will help the vice president education to understand what are the different levels that they have and how many projects are pending. For example, എന്റെ ഫസ്റ്റ് പാത്തിന്റെ അവിടെ ഇപ്പൊ കഴിഞ്ഞു, ഇനി പാത്ത് കംപ്ലീഷൻ മാത്രമാണ് എനിക്ക് പെൻഡിങ്. സെക്കൻഡ് പാത്തിൽ എന്റെ ലെവൽ 1 കംപ്ലീറ്റ് ചെയ്തു, ഇനി ലെവൽ 2ന്റെ 3 പ്രോജക്ട് ഉണ്ട്, അങ്ങനെയുള്ളത് കാണാൻ പറ്റും. സോ if you see it here, there are 3 out of 5 projects have been completed by Wilson. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 2 പ്രൊജക്ട് പെൻഡിങ് ആണ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ he can submit for level 1. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ what you can do, ഇത് ലോഡ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും കാരണം ആ ഒരു ഡാറ്റാബേസ് ആയതുകൊണ്ട്. So you will not see a whole list immediately. ഇച്ചിരി വെയിറ്റ് ചെയ്യണം. അപ്പോൾ it will load it eventually. So how does this help the VP education? ഈ ഇതിനനുസരിച്ച് നോക്കിയിട്ട് കണ്ടക്ടിങ് വിത്ത് യുവർ DCP റിക്വയർമെന്റ്സ്, ഇത് രണ്ടും കമ്പയർ ചെയ്തുകൊണ്ട് യു ക്യാൻ ചൂസ് പീപ്പിൾ ടു അലോട്ട് സ്ലോട്ട്സ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഇപ്പൊ 2 പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ വിൽസണിന് ഞാൻ ഇമ്മീഡിയറ്റ്ലി ആസ് സൂൺ ആസ് പോസിബിൾ വി വിൽ ഗിവ് ഹിം കപ്പിൾ ഓഫ് സ്ലോട്ട്സ് സോ ദാറ്റ് ഹി ക്യാൻ കംപ്ലീറ്റ് ഹിസ് ലെവൽ 1 ആൻഡ് സബ്മിറ്റ് ഇറ്റ്. അത് ഞങ്ങളുടെ ക്ലബിന്റെ ലെവൽ 1ന്റെ റിക്വയർമെന്റിലേക്ക് അത് ആഡ് ചെയ്യുന്നതുകൊണ്ട് ദാറ്റ് വിൽ ഹെൽപ്പ് ദ ക്ലബ് ഇൻ ടേംസ് ഓഫ് യുവർ DCP ഗോൾസ്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ പ്ലാൻ ദ പ്രോജക്ട്സ് സ്പീച്ചസ് ഫോർ ഈച്ച് മീറ്റിംഗ്. അപ്പൊ ആ ഒരു രീതിയിൽ ദിസ് ഇസ് എ ഹ്യൂജ് ഹെൽപ്പ് ഇൻ ഫോർ ദി വൈസ് പ്രസിഡന്റ് എഡ്യൂക്കേഷൻ ടു ഷെഡ്യൂൾ ദ റെസ്പെക്റ്റീവ് സ്പീച്ചസ്. സോ ദിസ് ഇസ് വാട്ട് യു വിൽ സീ ഇൻ ടേംസ് ഓഫ് യുവർ ബേസ് ക്യാമ്പ്. അപ്പൊ ബേസ് ക്യാമ്പിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണുന്നത്. സോ for now we will take a pause. നിങ്ങൾക്ക് എന്തെങ്കിലും clarifications until now in terms of the basic login, നമ്മുടെ ബേസ് ക്യാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ we can, if you have any clarifications we can clear that before we go to the club center. I have evaluation form submit ചെയ്യാൻ കാര്യം പറഞ്ഞില്ലേ, അത് is it mandatory that we have to submit, save and email ആ ഒരു ബട്ടൺ ഉണ്ടായിരുന്നല്ലോ?
അത് നമ്മുടെ ക്ലബിനകത്തുള്ള മെമ്പർ ആണെന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് ഇമെയിൽ ചെയ്താൽ മതി. ഇഫ് ഇറ്റ് ഇസ് ഔട്ട്സൈഡ് ദ ക്ലബ് മെമ്പർ, നമുക്ക് ഇവിടെ റിസോഴ്സസ് എന്ന് പറയുന്ന ഈ ടാബ് ഉണ്ട്. നമ്മുടെ ബേസ് ക്യാമ്പിന്റെ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ റിസോഴ്സസ് എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്. ആ ടാബിനകത്ത് നമുക്ക് ഏതാണോ ഈ പറയുന്ന ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ ടാബ്. സോ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ ടാബിനകത്ത് ഇവാലുവേഷൻ ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പൊ ഇവാലുവേഷൻ ഫീഡ്ബാക്കിനകത്ത് വാട്ട് എവർ ഇവാലുവേഷൻ ഫോം ദാറ്റ് യു ഹാവ്, യു ക്യാൻ ചൂസ് ഇറ്റ് ആൻഡ് ഡൗൺലോഡ് ഇറ്റ്. ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ സെൻഡ് ഇറ്റ് ടു യുവർ ഇവാലുവേറ്റർ. മറ്റത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഓൾസോ വൺ വേ ടു ട്രാക്ക് യുവർ സ്പീച്ചസ്. അതൊരു ആ ഒരു ഇന്റന്റോട് കൂടിയാണ്. കാരണം നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് അയക്കുന്നതിനേക്കാളും എളുപ്പമായിട്ട് ഡയറക്ട്ലി അങ്ങോട്ട് കൊടുത്ത് ഇറ്റ് വിൽ കം ബാക്ക് ടു യു. അത് ഫില്ല് ചെയ്ത് ഡയറക്ട്ലി ഇങ്ങോട്ട് തിരിച്ചയക്കാനും പറ്റും. അപ്പൊ ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു എന്താ പറയാ, പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കേണ്ട കാര്യം വരില്ല. അതായത് സെൻഡ് ചെയ്യാനായിട്ടും അത് കഴിഞ്ഞ് ഫില്ല് ചെയ്ത് പിന്നെയും തിരിച്ചയക്കാനായിട്ട് അങ്ങനെയുള്ള ഒരു ഡിലേ നമുക്ക് റിലേറ്റീവ്ലി കുറയും. വേഗം നമുക്ക് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു സ്റ്റോർ ദാറ്റ് ഇവാലുവേഷൻ വിത്ത് യു. ആ ഒരു ബെനിഫിറ്റ് ആണ് ഉള്ളത്. സോ ഞാൻ ക്ലബ് നമ്മള് ഓഫ്ലൈൻ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ഇവാലുവേഷൻ ഷീറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. So whoever is coming, the speaker has to bring the evaluation form to give it to the evaluator. അങ്ങനെയായാലും കുഴപ്പമില്ല. അത് അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ബിക്കംസ് എ ലിറ്റിൽ ബിറ്റ് ഈസിയർ എന്നുള്ളതേ ഉള്ളൂ. കാരണം ആ ആക്സസ്, അതായത് തപ്പിയെടുത്ത് ഡൗൺലോഡ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഇവാലുവേറ്റർക്ക് വരുന്നില്ല. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ പോർഷനിൽ പോയിട്ട് യു ക്യാൻ ആക്സസ് വിച്ച് എവർ ദ ഇവാലുവേഷൻ റിസോഴ്സ് ദാറ്റ് യു വാണ്ട്, ഡൗൺലോഡ് ഇറ്റ് ആൻഡ് സെൻഡ് ഇറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റിൽ പോകുമ്പോൾ തന്നെ ദ ഫസ്റ്റ് പേജ് വിൽ ഹാവ് ദി ഇവാലുവേഷൻ റിസോഴ്സ് ഫോർ ഡൗൺലോഡ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ്? സർ, ഈ ഇവാലുവേഷൻ ഷീറ്റ് എല്ലാ ലെവലിലും ഒന്ന് തന്നെയാണോ? അല്ല, ഓരോ പ്രോജക്റ്റിനും ഓരോ ഇവാലുവേഷൻ ഷീറ്റ് ആണ്. അല്ല, പ്രോജക്റ്റ് അല്ല, ഞാൻ ചോദിച്ച ലെവല് വരുമ്പോ ഓരോ ലെവലിലും അത് മാറുന്നുണ്ടോ? ഉണ്ട്. ഓരോ ലെവലിലും നമുക്ക് വേറെ പ്രോജക്റ്റുകളാണുള്ളത്. അപ്പോൾ അതിന് ഇതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സും അതിനകത്തുള്ള കാര്യങ്ങളും വെച്ചിട്ടാണ് നമുക്ക് ഇവാലുവേഷൻ ഫോംസ് ഉള്ളത്. മോർ ഓർ ലെസ് എന്താ വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റേറ്റിംഗ്സ് ആയിരിക്കും. ആ റേറ്റിംഗ്സ് എന്ന് പറയുന്നത് നമുക്ക് ടിപ്പിക്കലി കുറച്ചൊരു പാരാമീറ്റേഴ്സ് ഉണ്ട്. എല്ലാ സ്പീച്ചിനും മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതെല്ലാത്തിലും ഉണ്ടായിരിക്കും. പക്ഷേ വാട്ട് മേക്സ് ഇറ്റ് കസ്റ്റമൈസ്ഡ് ഈസ് ദ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ദാറ്റ് യു ഹാവ് ഫോർ യുവർ പ്രോജക്റ്റ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഡിഫറെന്റ് പാത്വേസിന്റെ ലെവൽ 1 അല്ലെങ്കിൽ ലെവൽ 3 പ്രോജക്റ്റ് 1 അതിന്റെ പേർപ്പസ് സെയിം ആണോ അതോ ഡിഫറെന്റ് ആയിരിക്കുമോ? ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ടിപ്പിക്കലി ലെവൽ 1 ഇസ് സെയിം ഫോർ ഓൾ ദ പ്രോജക്ട്സ്. ലെവൽ 1 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് എല്ലാ പാത്തിലും സെയിം ആയിരിക്കും. all projects will be the same in level 1 for all the paths. Level 2 മുതൽ level 5 വരെ വരുമ്പോഴത്തേക്കും small changes will come. 3, 4, 5 ലായിരിക്കും maximum differences കാണാൻ പറ്റുക. കാരണം the mandatory projects will not be the same for all the paths. Elective projects common ആയിട്ട് വന്നേക്കാം, but the mandatory projects will be different for all the different pathways that you choose. Typically when it comes to level 2, ഒരു dynamic leadership ആണെന്നുണ്ടെങ്കിൽ you will have your leadership style assessed, your communication style assessed. Effective coaching-ലും അതേപോലെ തന്നെയാണ് വരുന്നത്. Presentation master വരുമ്പോഴത്തേക്കും you may not have your leadership assessed at that point. അവിടെ കമ്മ്യൂണിക്കേഷനിലായിരിക്കും പ്രൈമറി. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ വോക്കൽ വെറൈറ്റി അങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ വരുന്നത്. സോ ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ വാട്ട് ഇസ് ദ പാത്ത് ദാറ്റ് യു ചൂസ്. Level 1 is same for all the paths, but level 2 onwards customization starts. 3 to 5 definitely the major projects will be different. Okay. വേറെ എന്തെങ്കിലും? If there are no doubts remaining, we will move to the Club Central.
Now, club central access ചെയ്യുന്നത് this is typically for the club officers. ഇനിയിപ്പോ club officers ആവാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ, if you are not a current club officer, you will not see this club central here, but these two will be there. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് ക്ലബ് ഓഫീസർ റോളുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ റിലേറ്റീവ് ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സീ ദർ ആർ ഡിഫറെന്റ് ക്ലബ് റോൾസ്, ക്ലബ് ഓഫീസർ റോൾസിനെ പറ്റിയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ വാട്ട് യു ക്യാൻ ഡു, അപ്പോൾ അത് ട്യൂട്ടോറിയൽ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. സോ വെൻ ഇറ്റ് കംസ് ടു ദ റോൾ സ്പെസിഫിക്കലി, അത് കുറച്ചും ഈ പറയുന്ന കാര്യങ്ങളാണ്. ഇത് ഈ റോൾസിന്റെ സമ്മറി എന്താണ്, സെൽഫ് ഇവാലുവേഷൻ, നമുക്ക് ഈ റോൾ എങ്ങനെയാണ് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ കാര്യങ്ങൾ, നമുക്ക് എത്രത്തോളം ഇതിന് ഇതാകുന്നുണ്ട്, അതുപോലെ റിസോഴ്സസ് എന്തൊക്കെയാണ് ഉള്ളത്, അതെല്ലാം നമുക്ക് ഈ പറയുന്ന ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ ഈ ക്ലബ് ലീഡർഷിപ്പ് ഹാൻഡ് ബുക്ക് എന്ന് പറയുന്ന ഒരു ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് എ ബൈബിൾ ഫോർ ക്ലബ് ഓഫീസേഴ്സ്. അതിലുള്ള എല്ലാ ഇൻഫർമേഷനും കറക്റ്റ് ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി പെർഫോം റിയലി വെൽ ആസ് എ ക്ലബ് ഓഫീസർ. യു ക്യാൻ എക്സിക്യൂട്ട് യുവർ റോൾസ് റിയലി വെൽ. അപ്പോൾ ഈ പറയുന്നതാണ് ക്ലബ് ഓഫീസർ ടൂൾസ് നമുക്ക് ഇവിടെ വരുന്നത്. നൗ വി വിൽ ബി ഇൻടു ക്ലബ് സെൻട്രൽ. സോ ഓൾ ദ ക്ലബ് ഓഫീസേഴ്സ് വിൽ ഹാവ് ദി ക്ലബ് സെൻട്രൽ ആക്സസ്. ക്ലബ് സെൻട്രൽ ആക്സസ് ഉള്ള കുറേ ഇൻഫർമേഷൻ ആണ് ഇവിടെ ഉള്ളത്. മെമ്പർ മാനേജ്മെന്റ്, അങ്ങനെയുള്ള കുറെ ഇൻഫർമേഷൻ ഇവിടെ. സോ കറന്റ്ലി ഞാനിപ്പോ നിങ്ങൾക്ക് ഇത് ഡീപ് ഡൈവ് ചെയ്യുന്നില്ല, ബിക്കോസ് we have a mix of members and the audience. I just want to give some information to the various elements that are here. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I don't want the private member information also ഇതിനകത്ത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അതിനകത്ത് പോവാത്തത്. Couple of things that I will mention here is about membership management. Membership managementനകത്താണ് നമ്മുടെ എല്ലാ membership related ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. So you will see all the information about the members who are here. അവരുടെ കറന്റ് സ്റ്റാറ്റസ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇതിനകത്തുള്ള മെമ്പറിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, പുതിയ മെമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് മെമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ദി ആഡ് മെമ്പർ ഓപ്ഷൻ. മെമ്പർ ആഡ് ചെയ്യാനുള്ളത് രണ്ട് രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഒന്ന് എക്സിസ്റ്റിംഗ് മെമ്പറിനെ, അല്ലെങ്കിൽ പുതിയൊരു മെമ്പറിനെ. ഇപ്പൊ നമുക്ക് പുതിയൊരു മെമ്പറിനെ ആഡ് ചെയ്യുന്നതിന് മുമ്പ്, പുതിയൊരു മെമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു പേര് നമ്മൾ ടൈപ്പ് ചെയ്യാം. ആ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യാം, അവരുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യാം. എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ if there are no members in that who are already registered in Toastmasters, പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ യു വിൽ ഫിൽ ഇൻ ദ റിസൾട്ട്സ്, ദ റെലവെന്റ് ഇൻഫർമേഷൻ ഓഫ് ദി മെമ്പർ ആൻഡ് ദെൻ സബ്മിറ്റ് ഫോർ എന്താ പറയാ പേയ്മെന്റ്. അവരുടെ ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെമ്പർഷിപ്പ് കാർട്ടിലേക്ക് പോകും. ആ കാർട്ടിനകത്ത് നമുക്ക് എത്ര സൈക്കിളിൽ അവരുടെ മെമ്പർഷിപ്പ് ചെയ്യണം, അത് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് ഓർഡറിന്റെ കൺഫർമേഷൻ വരും, ഇൻക്ലൂഡിംഗ് ദ ടാക്സ് എലമെന്റ്സ് എല്ലാം ചെയ്തിട്ട് അഡീഷണൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതിന്റെ ഇൻഫർമേഷൻ എല്ലാം ചെയ്തിട്ട് മെമ്പർഷിപ്പ് ഓർഡർ വരും. അത് കഴിഞ്ഞാൽ പേയ്മെന്റ് ഇൻഫർമേഷനിൽ പോയിട്ട് യു പുട്ട് ഇൻ യുവർ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ ആൻഡ് മേക്ക് ദ പേയ്മെന്റ്. അങ്ങനെയാണ് മെമ്പർഷിപ്പ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി റിട്ടേണിംഗ് മെമ്പേഴ്സ്, അതായത് ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഒരു ക്ലബിൽ നിന്ന് മെമ്പർ ആയിരുന്ന ഒരാള്, അല്ലെങ്കിൽ പുതിയൊരു മെമ്പർ അല്ല പഴയൊരു മെമ്പർ തിരിച്ചു വരികയാണ്, അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ ലാസ്റ്റ് നെയിം, അവരുടെ രജിസ്റ്റർ ചെയ്ത സമയത്തുള്ള ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്തിട്ട് അവരുടെ ഇമെയിൽ ഐ ഡിയോ അവരുടെ മെമ്പർ ഐ ഡി ഉണ്ടെങ്കിൽ അതോ രണ്ടും കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ബി സീൻ ഹിയർ ആസ് എ എക്സിസ്റ്റിംഗ് മെമ്പർ. അവരെ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്ട്ലി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. പേയ്മെന്റ് ഇൻഫർമേഷനും പേയ്മെന്റും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബാക്കി നമ്മൾ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓൾറെഡി വി ഹാവ് ദെയർ ഇൻഫർമേഷൻ, ദാറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ലോഡഡ്. പിന്നെ മെമ്പർഷിപ്പിന്റെ ബാക്കി പേയ്മെന്റ് പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മെമ്പർ വിൽ ബി ആഡഡ് ബാക്ക് ടു ദ ക്ലബ്. So this is basically about the membership management part of it. ഇനി നമ്മൾ ക്ലബ് സെന്ററിൽ രണ്ടാമത്തെ പോർഷൻ ഞാൻ is the club success plan. ക്ലബ് സക്സസ് പ്ലാൻ എന്ന് പറയുന്നത് this is നമ്മൾ ടിപ്പിക്കലി നമ്മളിത് ചുമ്മാ വേഗം തീർക്കണം എന്നുള്ള ഐഡിയ ഒരു സാധനമാണ്. പക്ഷേ it is a really good way to ensure that we have all the information that is there to be done. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് സംതിങ് ദാറ്റ് യു ക്യാൻ കം ബാക്ക് ടു. ആക്ഷൻ ഐറ്റം ലിസ്റ്റ് എന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും ഉണ്ട്. സോ ദീസ് ആർ ഓൾ തിങ്സ് ദാറ്റ് യു ഹാവ് ബീൻ ഡൺ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്. നമ്മുടെ പ്ലാൻ ഓരോ പോർഷൻസ് ഉണ്ട്, ക്ലബ് സക്സസ് പ്ലാനിൽ ഓരോ പോർഷൻ ഉണ്ട്. ഐ വുഡ് റിക്വസ്റ്റ് ദ ക്ലബ് ഓഫീസേഴ്സ് ടു ടേക്ക് സം ടൈം ഓഫ്,
വരുന്ന ക്ലബ് ഹൗസേഴ്സ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവരാണെങ്കിൽ ടേക്ക് സം ടൈം ഓഫ് ടു ഗോ ത്രൂ ദീസ് പാർട്സ്. ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള എന്താണ്, ക്ലബിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, കാര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മൾ ആ ക്ലബിന്റെ പ്ലാനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്, എത്രത്തോളം ആ ക്ലബിന്റെ പ്ലാൻ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലബ് സക്സസ് പ്ലാൻ നിങ്ങൾക്ക് റീസബ്മിറ്റ് ചെയ്യാം. ഇഫ് സംതിങ് ഇസ് നോട്ട് വർക്കിംഗ് യു ക്യാൻ ചേഞ്ച് ദ പ്ലാൻ ആൻഡ് ദെൻ റീസബ്മിറ്റ് ഇറ്റ്. ഇവിടെ നമ്മൾ 25 സബ്മിറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഒരൊറ്റ തവണയല്ല, യു ക്യാൻ റീസബ്മിറ്റ് ഇറ്റ്. നമ്മുടെ ക്ലബ് സക്സസ് പ്ലാൻ നമുക്ക് റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ദാറ്റ് മീൻസ് യു ആർ ഇംപ്രൂവിംഗ് ഓൺ യുവർ പ്ലാൻ ദാറ്റ് ഇസ് ദെയർ. അപ്പൊ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ക്ലബ് ഓഫീസേഴ്സ് ഡെഫിനറ്റ്ലി ഹാവ് ടു ഗോ ത്രൂ. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് സ്പെസിഫിക്കലി എടുത്ത് പറയുന്നത്. സോ പ്ലീസ് ഗോ ത്രൂ ദ ക്ലബ് സക്സസ് പ്ലാൻ diligently and finish it properly. പിന്നെ ഉള്ളത് ഈ പറയുന്ന ഡിസ്റ്റിംഗ്വിഷ്ഡ് പ്രോഗ്രാം റിപ്പോർട്ട്, പെർഫോമൻസ് റിപ്പോർട്ടാണ്. ദിസ് ഇസ് ബേസിക്കലി വെയർ യു ക്യാൻ ആക്സസ് യുവർ DCP. ഇവിടെയാണ് നമ്മൾ ഡാഷ്ബോർഡ് കാണുന്നത്. സോ ഡാഷ്ബോർഡിനകത്താണ് നമ്മുടെ ക്ലബിന്റെ ഇൻഫർമേഷൻ വരിക. So this is where you can see how your club is faring at this point, what are the levels that have been completed, what are the pending requirements, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, എത്ര എണ്ണം റിക്വയർഡ് ആണ്. അപ്പൊ നമ്മുടെ ബേസ് ക്യാമ്പിലുള്ള ആ ഒരു ക്ലബ് സെന്ററിൽ പോയി നിന്ന് ആ ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാം റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ടേക്കൺ ടു ദിസ് ഡാഷ്ബോർഡ് ആൻഡ് യു ക്യാൻ മോണിറ്റർ ദ DCP പ്രോഗ്രസ്. സോ ദിസ് ഇസ് വേർ യു വിൽ ഹാവ് ദി എന്താ പറയാ ക്ലബ് ഓഫീസേഴ്സിന്റെ മാക്സിമം യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഐ വുഡ് ഓൾസോ തിങ്ക് ഇഫ് നിങ്ങൾ ക്ലബ് ഓഫീസർ ട്രെയിനിങ്ങിൽ പെർഹാപ്സ് യു വുഡ് ഹാവ് ലേൺഡ് എ ബിറ്റ് അബൌട്ട് ദ ക്ലബ് സെൻട്രൽ ആൻഡ് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് ടു ഡൈവ് ഡീപ്ലി ഫോർ ദ ടൈം ബീങ്. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 45 മിനിറ്റ്സിന്റെ അടുത്തായിട്ടുണ്ട് ആൻഡ് ഐ ഡീപ്ലി അപ്രീഷിയേറ്റ് യുവർ പേഷ്യൻസ് ആസ് വെൽ. ആൻഡ് നൗ ഇനി എന്തെങ്കിലും സ്പെസിഫിക്കലി നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ടോ in terms of the website or pathways, anything that you would like to know? പിന്നെ ഈ ഒരു കാര്യം കൂടി ഞാനൊന്ന് ബ്രീഫ്ലി ടച്ച് അപ്പ് ചെയ്യാം. മീറ്റിംഗ് ടൂൾസ് എന്ന് പറയുന്നത്, ഈ മീറ്റിംഗ് ടൂൾസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ മീറ്റിംഗിലും നമുക്ക് ഓരോ മീറ്റിംഗ് ടൂൾസിന്റെ ഓരോ റോൾസ് നമുക്ക് ഇവിടെ കിട്ടും. ഇത് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാവും കാണുന്നത്, പക്ഷേ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മെമ്പർ ഫോർ എക്സാമ്പിൾ ഈ ഒരു മെമ്പർ നമ്മൾ വിപിൻ എവിടെ നിന്ന് എടുത്തേ?